ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഈദ് മുബാറക്ക്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈദ് മുബാറക്ക്. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് മാസം കണ്ടപ്പോൾ ഉണ്ടാക്കിയ നമ്മളെ മധുരമുള്ള കറി ഞാൻ എൻ്റെ പഴയ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളിൻ്റെ തലേന്നും അതേപോലെ തന്നെ സുന്നത്ത് നോമ്പിൻ്റെ തലേന്നൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന കറിയും പിന്നെ ഞങ്ങളെ മൈലാഞ്ചിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിപ്പൊടി റെഡിയാക്കി വെച്ചതാണ്. പുഴുങ്ങലരി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മണികൾ ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിച്ച് വെച്ചതാണിത്. അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എൻ്റെ മുല്ലമൊട്ട് കറി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനത് അതുകൊണ്ടാണ് മാറ്റി പിന്നെയും കാണിക്കാത്തത്. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഈ പുതിർത്തുന്ന അരി കുറുവ അരിയാണ്, അപ്പോൾ എന്താണ് ഈ കുറുവ അരി എന്നുള്ള ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കുറച്ച് ഉണ്ടായിട്ടുള്ള ഒരു തടിയുള്ള അരിക്കാണ് ഈ കുറുവ അരി എന്ന് പറയുന്നത്. ഇത് വെള്ളക്കുറുവ അരിയാണ്, മഞ്ഞല്ല വെള്ളക്കുറുവ. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ അരിമണികൾ ഉണ്ടാക്കിയത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം, നമ്മൾ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു പാകമല്ല, നല്ല പഴുത്ത പഴം നമ്മൾ പുഴുങ്ങിയിട്ട് ആവിയിൽ പുഴുങ്ങിയിട്ട് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ബോളാക്കി വെച്ചതാണിത്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ കയമ അരി. ഞാനിവിടെ 1/2 ഗ്ലാസ് കയമ അരി, ബിരിയാണിൻ്റെ അരി ഏതായാലും കുഴപ്പമില്ല, ആ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് വെച്ചതാണിത് വെള്ളം കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പഴം ഉണ്ടല്ലോ, നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, പ്ലെയിനാണ്, ചെറിയ ചെറിയ ബോൾസ്. അപ്പോൾ അതൊന്ന് തണുപ്പിച്ച് വെച്ചതാണ്. കാരണം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നല്ലൊരു സ്മൂത്തായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ കോരി മാറ്റാണ്. നമുക്കിപ്പോൾ ഓരോരുത്തർക്ക് എത്ര ആവശ്യം വേണമെന്ന് വെച്ചാൽ അത്രയും ഉണ്ടാക്കുക. അപ്പോൾ സ്ഥിരം കാണുന്ന ഒരു കറിയിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഉരുളിയിലാണ് ഇവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ടത് 3-ാം പാലും 2-ാം പാലുമാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള കയമ അരി അരച്ച വെള്ളം കൂട്ടി അരച്ചതാണിത്. ഒന്ന് വെള്ളത്തിൽ പൊതിർത്തിയതിന് ശേഷം അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊണ്ടിരിക്കുക, കാരണം പെട്ടെന്ന് ഇത് കട്ടിയാവും. പിന്നെ ഞാനിതിവിടെ പായസത്തിൻ്റെ ഒരു കട്ടിൻ്റെ ആ ഒരു കട്ടിയിലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ഭയങ്കര കട്ടിയിലാക്കുന്നില്ല. അപ്പോൾ നല്ല കട്ടി വേണമെങ്കിൽ ആ ഒരു 1/2 ഗ്ലാസ് എന്നുള്ള 3/4 ഗ്ലാസ് അരി പൊതിർത്തിയിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആ സമയത്ത് തന്നെ നമ്മൾ ഈ അരിപ്പിടി ഉണ്ടല്ലോ, നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള അരിമണികളാണിത്, അരിമണികളല്ല അരിപ്പിടി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാൽ ഈ അരിപ്പിടിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ സമയത്ത് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ടിയാകുന്നവരെ നന്നായിട്ടൊന്ന് കൈയെടുക്കാണ്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കൽ. ഭയങ്കര കട്ടിയാവാൻ കാത്തിക്കേണ്ടിയില്ല ഈ ഒരു ഇതിൽ. ഇപ്പോൾ ഈ സമയത്താണ് നമ്മളിനി 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുത്തത്, അതും കൂടെ മിക്സാക്കി ഇനി നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1-ാം പാൽ ചേർത്തിട്ട് തിളപ്പിക്കാണ്ടൊന്നും നിൽക്കണ്ട കേട്ടോ, ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ചിട്ടുണ്ട്, ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ ഞാനിതോടെ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇത് മാറ്റി വെക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എത്ര മധുരമുള്ള ഇതാണെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താലാണ് ഇതിനൊരു ടേസ്റ്റ് ബാലൻസ് ആകുക. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചതെന്നേ ഉള്ളൂ. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇതുള്ളത്. നല്ല കട്ടിയുള്ള നല്ലൊരു പായസത്തിൻ്റെ ഒരു കട്ടിയിലുള്ള കറി. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ സെർവ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ സാധാരണ നമ്മൾ സീറായൊക്കെ കറി ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ഉന്നക്കായ് ഇതിലിട്ടിട്ട് ഇളക്കുന്നില്ല ഞാൻ. കാരണം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഈ ബോൾസ് ഇടുന്നുള്ളൂ. കാരണം ഉന്നക്കായിൻ്റെ പാകത്തിലുള്ള പഴമല്ല അത്, കുറച്ചും കൂടെ ടേസ്റ്റ് വേറെ ആവാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴമാണ് ഇത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് മാത്രമേ ഇതിൽ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് നോമ്പറ 30-ാമത്തെ നോമ്പറാണ്. അതിന് വേണ്ടി ഉണ്ടാക്കിയ കൊയ്യട, മിനി സമൂസ, അതുപോലെ തന്നെ മുട്ട ബജി, ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചതാണ്. നമ്മൾ വത്തക്ക ജ്യൂസും ഉണ്ടാക്കി റെഡി ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇനിയിപ്പോൾ ഞാൻ ലിയാൻ്റെ കയ്യിൽ ഒന്നും മൈലാഞ്ചി ഇട്ട് കൊടുക്കണം കൂടിയാണ്, അറിയില്ല, എന്നാലും ചെറിയ രീതിയിൽ മൈലാഞ്ചി ഇടുന്നു.